ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം യോഗി ആദിത്യനാഥിനും BJPക്കുമെതിരെ തിരിയുമെന്നും അത് മോദിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നും ഒക്കെ സ്വപ്നം കണ്ടിരുന്ന പ്രതിപക്ഷത്തിന് വലിയൊരു ഷോക്കാണ് ഇപ്പോൾ UPയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. വികസനം വരുമ്പോൾ ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമെന്ന് യോഗി ആദിത്യനാഥ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭൂമി വിട്ടു നൽകിയ മുസ്ലിം കർഷകർ യോഗിയെ ദൈവത്തെ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി യോഗി തന്നെ വരണമെന്നാണ് ഈ മുസ്ലിം കർഷകരുടെ ഇപ്പോഴത്തെ ആവശ്യം. UPയിലെ ജവാർ എന്ന ഗ്രാമത്തിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് വിമാനത്താവളത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റെടുത്തത്. ഇതിൽ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം കർഷകരായിരുന്നു. ആദ്യം ഇവർ ഭൂമി വിട്ടു നൽകാൻ വിസമ്മതിച്ചെങ്കിലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടിടപെട്ട് ഭൂമിക്ക് വൻ തുക നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചു. ഇതോടെ ഈ കർഷകരെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായി മാറി. കഴിഞ്ഞ ദിവസം വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിലെ ആദ്യ വിമാനത്തിൽ ഈ കർഷകരെയാണ് യോഗി ലക്നൌവിലേക്ക് ക്ഷണിച്ചത്. വള്ളിച്ചെരിപ്പെട്ട് വിമാനത്തിൽ കയറിയ ഹാജി സഫർ എന്ന കർഷകൻ പറഞ്ഞത് 2027 യോഗി തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. നീറ്റ് പരീക്ഷ എഴുതിയ ഡോക്ടറായ ഷീറാജ് റാഷിദ് എന്ന പെൺകുട്ടി യോഗി ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നും ആവശ്യപ്പെട്ടു. BJPക്കെതിരെ എന്നും വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണത്. കുറ്റവാളികളായിട്ടുള്ള മുസ്ലിങ്ങളെ യോഗി കർശനമായും നേരിട്ടുണ്ടാകാം. അത് BJPക്കാരെ പോലും യോഗി സർക്കാർ അങ്ങനെ നേരിടുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾക്ക് വികസനത്തിന്റെ ഗുണഫലങ്ങൾ അദ്ദേഹം കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്ന് ഈ കർഷകർ തന്നെയാണ് പറയുന്നത്. പടിഞ്ഞാറൻ UPയിൽ ജാട്ട് മുസ്ലിം, ദളിത് മുസ്ലിം വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കി BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കർഷകരുടെ വാക്കുകൾ വലിയൊരു പ്രഹരമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ആയുധമായ ന്യൂനപക്ഷ വേട്ടയാടൽ എന്ന വ്യാജ പ്രചാരണമാണ് ഇതോടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. യോഗിയുടെ ഈ വികസന മോഡൽ ഭാവിയിൽ BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. വെറും വാഗ്ദാനങ്ങൾ നൽകി ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രം കണ്ടിരുന്ന പഴയ രാഷ്ട്രീയമല്ല, മറിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന വികസന രാഷ്ട്രീയമാണ്, ദേശീയതയിലേക്ക് അവരെ കൊണ്ടുവരുന്ന വികസന രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് UPയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2027 UP തെരഞ്ഞെടുപ്പിലും ഭാവിയിലെ ദേശീയ രാഷ്ട്രീയത്തിലും യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരി ഒരു വലിയ ശക്തിയായി മാറുമെന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് നോയിഡയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്.